ഇത്രയേറെ ദാനശീലനായ ഒരു രാജാവിനെ നമ്മൾ വർഷത്തിലൊരിക്കൽ മാത്രം ഓർക്കുന്നു. അതിനൊരു കാരണം ഉണ്ടാവും. അത് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ഓർത്തിരുന്നത്. ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? അങ്ങനെ ഒരു സംശയം പഞ്ചപാണ്ഡവന്മാരിൽ മൊത്തവനായ യുധിഷ്ഠിരനുണ്ടായി. ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാര്യം എന്താ? ഒത്തിരി പേരുടെ കയ്യിൽ ചോദിച്ചു നടക്കുന്നുണ്ട് ഏറ്റവും ധന്യമായ കാര്യം എന്താണെന്ന്. എന്തായിരിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്താ what is the greatest glorification എന്ന് വേണമെങ്കിൽ പറയാം? എന്തായിരിക്കും അത്? ധർമ്മം. ദാനം ചെയ്യുന്നതാണ് ഏറ്റവും ധന്യമെന്നാണ് കിട്ടുന്ന ഉത്തരം. അത് കൊടുത്തത് വ്യാസനാണ്, കൃഷ്ണദ്വൈപായനൻ. അപ്പൊ യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, അതൊന്ന് വിശദീകരിച്ചു തരാമോ? ഈ ദാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പെട്ടെന്ന് വിചാരിക്കും പൈസ കൊടുക്കുന്നതാണ്. അപ്പോൾ വ്യാസൻ കൊടുക്കുന്ന നിർവചനം മഹാഭാരതത്തിന്റെ ഭീഷ്മപർവത്തില് വിശദീകരിച്ചിട്ടുണ്ട്. കൊടുക്കുന്നത് ഇതാണ്, വിശദീകരണം ഇതാണ്: സ്വന്തം അധ്വാനത്തിന്റെ ഫലം ആവശ്യക്കാരനുമായി പങ്കുവയ്ക്കുവാനുള്ള സന്മനോഭാവമാണ്, വാക്കാണ്, പ്രവൃത്തിയാണ് ദാനം. സ്വന്തം അധ്വാനത്തിന്റെ ഫലം ആവശ്യക്കാരനുമായി പങ്കുവയ്ക്കുവാനുള്ള മനോഭാവമാണ്, വാക്കാണ്, പ്രവൃത്തിയാണ് ദാനം. എന്ന് പറഞ്ഞാൽ ഒന്ന് ചിരിക്കുന്നത് ദാനമാണ്, സുഖമാണെന്ന് ചോദിക്കുന്നത് ദാനമാണ്, നിനക്ക് നന്മ വരട്ടെ എന്ന് പറയുന്നത് ദാനമാണ്, വീഴാൻ പോകുന്നയാളെ കൈ കൊടുത്ത് താങ്ങി നിർത്തുന്നത് ദാനമാണ്. അതെല്ലാം അതിനകത്ത് വരും. സോ ഇറ്റ്സ് വെരി എക്സ്റ്റെൻസീവാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു വലിയ രാജാവാണ് മഹാബലി. സോ ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെയും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ചിന്തനീയമായ കാര്യം. മഹാബലി ഇത്രയേറെ ദാനധർമ്മിഷ്ഠനായിട്ട് വലിയ പ്രശസ്തിയും പ്രതാപവും ഒക്കെ ഉണ്ടായ ഒരു രാജാവായി കഴിയുമ്പോൾ പലരും അദ്ദേഹത്തിലൂടെ പറഞ്ഞു, നിങ്ങൾ ലോകചക്രവർത്തിയാകും. വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം നടത്തി നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ രാജാവാകണം. അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായിരുന്ന ശുക്രാചാര്യ മഹർഷി അത് പ്രോത്സാഹിപ്പിച്ചു, ചെയ്യാമോ? എന്നിട്ട് യമുനാ നദിയുടെ തീരത്ത് വെച്ച് ഈ യാഗത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി. അപ്പോൾ യാഗം നടത്തുമ്പോൾ പിന്നെ ദാനം ചെയ്യുന്നുണ്ട്. അതിന് പല പദങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആരും വന്നാലും ചോദിക്കുന്നത് കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മഹാബലിയുടെ അടുത്ത് ദാനം ചോദിച്ചു വന്നയാളാണ് വാമനൻ. അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ആര്യന്മാരും ദ്രാവിഡരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ചിലത്തോടും തമ്മിലുള്ള ഐതിഹ്യങ്ങളൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ എല്ലാവരും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വാമനൻ വന്നപ്പോൾ വാമനൻ മഹാബലി ദാനം ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ട്. അപ്പൊ ശുക്രാചാര്യര് മഹാബലിയോട് പറഞ്ഞു, പാടില്ല, ഇവനെ സൂക്ഷിക്കണം, ഇവന് ദാനം ചെയ്യാൻ പാടില്ല. മഹാബലി പറഞ്ഞു, പാടില്ല, ഞാൻ വാക്ക് കൊടുത്തുപോയി, അതുകൊണ്ട് ചെയ്യും. അപ്പോ ദാനം ചോദിക്കുന്നത് കൊടുക്കുന്നതിന് മുമ്പ് ജലദാനം ചെയ്യണം. കുടിക്കാൻ വെള്ളം കൊടുക്കണം. കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന കിണ്ടിക്കകത്താ കൊടുക്കുക. അപ്പൊ ഈ വെള്ളം എടുത്ത് വാമനന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ശുക്രാചാര്യൻ അതിനകത്ത് കയറി തടസ്സം നിന്നു. കിണ്ടിയുടെ വാലിനകത്ത് വാമനന് മനസ്സിലായി, കാരണം ഇത് സാധാരണക്കാരനല്ല, ദേവൻ അവതരിച്ചതാണ്. വാമനപ്പോൾ ഗർഭയെടുത്തിട്ട് കുത്തി കിണ്ടിയുടെ വാല തുറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശുക്രാചാര്യന്റെ ഒരു കണ്ണ് പൊട്ടിപ്പോയി. പുറത്തു വന്നിട്ട് ശുക്രാചാര്യര് മഹാബലിയോട് പറഞ്ഞു, നീ ഇത്രയും രാജാവായത് എന്റെ ഉപദേശം കൊണ്ടാണ്. നിന്നെ വഴി നടത്തിയത് ഞാനാണ്, നിന്നെ വളർത്തിയത് ഞാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ കേട്ടില്ല. ദാനം ചെയ്യുന്നത് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ദാനം ചെയ്യുന്നത് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ എവിടെ എങ്ങനെ ദാനം ചെയ്യണമെന്നുള്ളത് അറിവുണ്ടാവണം. പാത്രം അറിഞ്ഞ് വിളമ്പണം. വെറുതെ വിളമ്പിയിട്ട് കാര്യമില്ല. പാത്രം അറിഞ്ഞ് വിളമ്പണം. ചെയ്യേണ്ടതേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നല്ലതാണെന്ന് തോന്നുന്നത് കൊണ്ടൊന്നും ചെയ്തതുകൊണ്ട് കാര്യമായില്ല. അതൊന്നും മനസ്സിലാക്കിയില്ല. അതുകൊണ്ട്
അതുകൊണ്ട് എന്റെ കണ്ണ് പൊട്ടിപ്പോയി. ഇപ്പൊ നിന്നോട് ഞാൻ പാടില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് നീ ചെയ്യാൻ തയ്യാറായി, അതുകൊണ്ടാണ് എന്റെ കണ്ണ് പൊട്ടിപ്പോയത്. അതുകൊണ്ട് ഗുരുശാപം ഉണ്ടായി. ആ ഗുരുശാപമാണ് മഹാബലിക്ക് ഈ വലിയ പതനത്തിന് കാരണമായി തീർന്നത് എന്നാണ് പറയുന്നത്. അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞ അടുത്ത മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഓണം നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ന്യായമായ അറിവിനെ ആദരിക്കാനും അംഗീകരിക്കാനും തയ്യാറാകുന്നില്ലെങ്കിൽ വീഴ്ച ജീവിതത്തിന്റെ ഭാഗമായി തീരും. ന്യായമായ അധികാരത്തെ, അറിവിനെ ആദരിക്കാന് അനുസരിക്കാന് തയ്യാറാകുന്നില്ലെങ്കിൽ വീഴ്ച ജീവിതത്തിന്റെ ഭാഗമായി തീരും എന്ന് പറയാം. നല്ല ശൈലിയിൽ ഞാനിങ്ങോട്ട് പറയാം. ശരിയായി ഗ്രഹിക്കാത്ത ശരി ഒരിക്കലും ശയ്യ ആവില്ല, ശരമയാകും. ശരിയായി ഗ്രഹിക്കാത്ത ശരി ഒരിക്കലും ശയ്യ ആവില്ല, ശരമയാകും. അതുകൊണ്ട് അറിവിനെ ആദരിക്കണമെന്ന് ഈ ഐതിഹ്യം നമ്മളോട് പറയുകയാണ്. ഏതറിവിനെയുമല്ല, നമ്മുടെ നന്മയിലേക്ക് വഴി നടത്താനായിട്ട് കഴിയുന്ന അധികാരത്തെ, അറിവിനെ ആദരിക്കണം.